ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ആമുഖം. കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷുവയുടെ മരണത്തിനു ശേഷം സാവൂളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ. അവർ ന്യായപാലകരായിട്ടല്ല, യുദ്ധവീരന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. BC 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയാണ് ഇവരുടെ പ്രവർത്തനകാലം. ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടു. ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കാനാന്യർ, മൊവാബ്യർ, അമ്മോന്യർ, മിദ്യാൻകാർ, ഫിലിസ്ത്യർ എന്നിവരായിരുന്നു അവരുടെ പ്രധാന ശത്രുക്കൾ. എന്നാൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരുടെ മധ്യയിൽ നിന്ന് ന്യായാധിപന്മാരെ ഉയർത്തി അവരെ മോചിപ്പിച്ചു. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽദേവന്മാരെയും അക്ഷേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ്റെ ഷിത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. കേനസിൻ്റെ പുത്രൻ ഒത്തനിയേലിനെ കർത്താവ് അവർക്ക് മോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. പുസ്തകത്തിലുടനീളം കാണുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ മാതൃകയാണിത്. ഒത്തനിയേൽ, ഏഹൂദ്, ശങ്കർ, ദെബോറ, ബാറക്ക്, ഗിദയോൻ, തോല, ജായിർ, ജഫ്ത, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ, സാംസൺ എന്നിങ്ങനെ ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച 12 നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം. ഇസ്രായേലിനെ നയിച്ച അവസരങ്ങളിൽ ദൈവശക്തിയാണ് അവരിൽ പ്രവർത്തിച്ചത്. സാംസൺ, ജഫ്ത, ഗിദയോൻ, ബാറക്ക്, ഏഹൂദ് എന്നിവരുടെ ചരിത്രങ്ങൾ താരതമ്യേന നീണ്ടതാണ്. സാംസൺ, ഗിദയോൻ തുടങ്ങിയ ഏതാനും ന്യായാധിപന്മാരുടെ കാലത്തു മാത്രമേ ഗോത്രങ്ങൾ സംഘടിതമായി ശത്രുവിനെ നേരിടേണ്ടി വന്നിട്ടുള്ളൂ. മറ്റുള്ളവർ പ്രധാനമായും തങ്ങളുടെ തന്നെ ഗോത്രങ്ങളുടെ വിമോചകരായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 1. കാനാൻ ദേശത്തെ വിജാതിയർ. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, യൂദ ആദ്യം പോകട്ടെ. ഇതാ ഞാൻ ആദേശം അവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. യൂദ സഹോദരനായ ശിമയോനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക. കാനാന്യരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ശിമയോൻ അവനോടുകൂടെ പുറപ്പെട്ടു. യൂദ യുദ്ധം ചെയ്തു. ദൈവം കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കയ്യിലേൽപ്പിച്ചു. അവർ 10,000 പേരെ ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. ബസേക്കിൽ വെച്ച് അദോണി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. കാനാന്യരെയും പെരീസ്യരെയും പരാജയപ്പെടുത്തി. അദോണി ബസേക്ക് പലായനം ചെയ്തു. അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അദോണി ബസേക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവൻ മരിച്ചു. യൂദാ ഗോത്രക്കാർ ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി. അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീവയ്ക്കുകയും ചെയ്തു. അതിനുശേഷം യൂദാ ഗോത്രം നെഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് അവർ യുദ്ധം ചെയ്തു. ഹെബ്രോൺ പണ്ട് കിരിയാത്ത് അർബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഷെഷായി, അഹിമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി. പിന്നീട് അവർ തബീർ ദേശക്കാരോട് യുദ്ധം ചെയ്തു. തബീരിൻ്റെ പഴയ പേര് കിരിയാത്ത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്തനിയേൽ ദേശം പിടിച്ചടക്കി. കാലബ് അക്സായെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. അവൾ ഒത്തനിയേലിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു.
അവൾ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങവേ കാലബ് അവളോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം തരിക. നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഏതാനും നീർച്ചാലുകളും എനിക്ക് തരിക. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. മോശയുടെ അമ്മായിയപ്പനായ കേനൻ്റെ പിൻഗാമികൾ യൂദാഗോത്രക്കാരോടുകൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാധന സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയി. അവർ അവിടെ എത്തി അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു. അതിനുശേഷം യൂദാ സഹോദരനായ ശിമയോനോടൊത്ത് പുറപ്പെട്ടു. സേഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ പട്ടണത്തിന് ഹോർമ എന്ന് പേര് ലഭിച്ചു. ഗാസ, അഷ്കലോൺ, എക്രോൻ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂദ കൈവശപ്പെടുത്തി. കർത്താവ് യൂദയായോടുകൂടെ ഉണ്ടായിരുന്നു. അവർ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മോശ പറഞ്ഞിരുന്നതുപോലെ ഹെബ്രോൺ കാലബിന് കൊടുത്തു. അവിടെ നിന്ന് അനാക്കിൻ്റെ 3 പുത്രന്മാരെ അവൻ പുറത്താക്കി. ബെഞ്ചമിൻ്റെ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസ്യരെ പുറത്താക്കിയില്ല. അതിനാൽ ജബൂസ്യർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും വസിക്കുന്നു. ജോസഫിൻ്റെ ഗോത്രം ബഥേലിനെതിരെ പുറപ്പെട്ടു. കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നു. അവർ ബഥേൽ ഒറ്റുനോക്കാൻ ആളയച്ചു. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു. അവർ അവനോട് പറഞ്ഞു, നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും. അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അവർ നഗരത്തെ വാളിനിരയാക്കി. എന്നാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും വെറുതെ വിട്ടു. അവൻ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു. ലൂസ് എന്ന് അതിന് പേരിട്ടു. ഇന്നും ആ പേരിൽ അത് അറിയപ്പെടുന്നു. ബെർഷയാൻ, താനാക്ക്, ദോർ, ഇബ്ലയാം, മെഗീദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കിയില്ല. കാനാന്യർ ആ ദേശത്ത് തുടർന്നും ജീവിച്ചു പോന്നു. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ചു. അവരെ തീർത്തും പുറത്താക്കിയില്ല. എഫ്രായിം ഗോത്രം ഗസ്സേർ നിവാസികളായ കാനാന്യരെ പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനാൻകാർ ഗസ്സറിൽ അവരുടെ ഇടയിൽ താമസിച്ചു. സെബുലൂൺ ഗോത്രം കിത്രോൻ, നഹലോൽ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല. കാനാൻകാർ അടിമകളായി അവരുടെ ഇടയിൽ ജീവിച്ചു. അക്കോ, സീദോൻ, അഹലാബ്, അക്സിബ്, ഹെർബ, അഫീക്ക്, റഹോബ് എന്നിവിടങ്ങളിലെ നിവാസികളെ ആഷേർ പുറത്താക്കിയില്ല. അങ്ങനെ ആഷേർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു. ബെത് ഷെമെഷിലെ ബെത് അനാത്തിലെയോ നിവാസികളെ നഫ്താലി ഗോത്രം പുറത്താക്കിയില്ല. അവർ തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ താമസിച്ചു. ബെത് ഷെമെഷിലെയും ബെത് അനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമകളായി തീർന്നു. അമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല. അമോര്യർ ഹാർ ഹെറേസിലും അയ്യാൺ ലോണിലും ഷാൽബീമിലും താമസം തുടർന്നു. എന്നാൽ ജോസഫിൻ്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു. അവർ അടിമകളായി തീർന്നു. അമോര്യരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാബിം കയറ്റം വരെ ആയിരുന്നു. അധ്യായം 2. ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ്. കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല. നിങ്ങൾ ഈ ചെയ്തത് എന്താണ്? അതിനാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. അവർ നിങ്ങളുടെ എതിരാളികളായി തീരും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. കർത്താവിൻ്റെ ദൂതൻ ഇതറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ബോക്കിം എന്ന് പേരിട്ടു. അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു. ജോഷുവയുടെ മരണം. ജോഷുവ
ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചു. അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാൻ പോയി. ജോഷുവയുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു. കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷുവ 110 വയസ്സിൽ മരിച്ചു. അവനെ ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ തിംനാത്ത് ഹെറസിൽ അവൻ്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു, ബാലിനെ ആരാധിക്കുന്നു. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു, ബാൽ ദേവന്മാരെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി, അവയ്ക്ക് മുൻപിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സേവിച്ചു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു. അവരോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതുപോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിൻ്റെ കരം അവർക്കെതിരായിരുന്നു. അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു. എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ വന്ദിച്ചു. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു. അവർ അവരെ അനുകരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. എന്നാൽ ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും. തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. എൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. അതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല. അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിൻ്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം. അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. അധ്യായം 3. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു. ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാണിത്. ആ ജനതകൾ ഇവരാണ്: ഫിലിസ്തീനരുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സീദോന്യർ, ബാൽ ഹെർമോൺ മല മുതൽ ഹമാത്തിൻ്റെ പ്രവാചന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ. മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത്. അങ്ങനെ ഇസ്രായേൽ ജനം കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു. അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു. തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഒത്തനിയേൽ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽദേവന്മാരെയും അക്ഷേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു. അതിനാൽ കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ്റെ ഷിമിയാത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ 8 വർഷം സേവിച്ചു. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്തനിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു.
കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി. അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ ഷിയാത്തിനെ കർത്താവ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒത്തനിയേൽ അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ദേശത്ത് 40 വർഷം ശാന്തി നിലനിന്നു. അതിനുശേഷം കെനാസിൻ്റെ മകനായ ഒത്തനിയേൽ മരിച്ചു. ഏഹൂദ്. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അതിനാൽ അവിടുന്ന് മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി. അവൻ അമോന്യരെയും അമലേക്കിരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി. ഇസ്രായേൽ ജനം മോവാബ് രാജാവായ എഗ്ലോനെ 18 വർഷം സേവിച്ചു. എന്നാൽ ഇസ്രായേൽ ജന കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്കൊരു വിമോചകനെ നൽകി. ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകയ്യനുമായ യഹൂദായിരുന്നു അത്. ഇസ്രായേൽ അവൻ വശം മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. യഹൂദ് ഒരു മുഴ നീളമുള്ള ഇരുവായ്ത്തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവച്ചു. അവൻ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച സമർപ്പിച്ചു. എഗ്ലോൻ തടിച്ചു കൊഴുത്ത മനുഷ്യനായിരുന്നു. യഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു. എന്നാൽ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, അല്ലയോ രാജാവ്, എനിക്ക് അങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട്. രാജാവ് പരിചാരകരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു. അവർ പോയി. രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്നു. യഹൂദ് അടുത്തു വന്ന് പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു. യഹൂദ് ഇടത്ത് കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി. വാളോടൊപ്പം പിടിയും അകത്ത് കടന്നു. വാൾ ഊരിയെടുക്കാതിരുന്നതുകൊണ്ട് കൊഴുപ്പ് അതിനെ മൂടി. അനന്തരം യഹൂദ് പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി. അവൻ പൊഴിക്കഴിഞ്ഞ് പരിചാരകൻ വന്നു. മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യയ്ക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. അവർ കാത്തിരുന്നു കുഴഞ്ഞു. എന്നിട്ടും മുറിയുടെ വാതിലുകൾ തുറക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ അവർ താക്കോലെടുത്ത് തുറന്നു. അതാ രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു. അവർ കാത്തിരുന്ന സമയത്ത് യഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയിറായിലേക്ക് രക്ഷപ്പെട്ടു. അവൻ എഫ്രായിം മലമ്പ്രദേശത്തെത്തിയപ്പോൾ കാഹളം മുഴക്കി. ഇസ്രായേൽ ജനം മലയിൽ നിന്ന് അവൻ്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക. കർത്താവ് നിങ്ങളുടെ ശത്രുക്കളെ മൊവാബ്യരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ അവൻ്റെ പിന്നാലെ പോയി മൊവാബിനെതിരെയുള്ള ജോർദാൻ്റെ കടവുകൾ പിടിച്ചടക്കി. അതിലെ കടന്നു പോകാൻ ഒരുവനെയും അനുവദിച്ചില്ല. ധീരന്മാരും കരുത്തുറ്റവരുമായ 10,000-ഓളം മൊവാബ്യരെ അന്നവർ കൊന്നു. ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല. അങ്ങനെ മൊവാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി. 80 വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു. ഷങ്കാർ. യഹൂദിൻ്റെ പിൻഗാമിയും അനാത്തിൻ്റെ പുത്രനുമായ ഷങ്കാർ 600 ഫിലിസ്ത്യരെ ചാട്ടുകൊണ്ട് കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. അധ്യായം 4. ദെബോറയും ബാറക്കും. യഹൂദിന് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യെയാബിന് വിട്ടുകൊടുത്തു. ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറയായിരുന്നു അവൻ്റെ സേനാപതി. അവന് 900 ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ചു. അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. അന്ന് ലെപ്പിദോത്തിൻ്റെ ഭാര്യയായ ദെബോറ പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത്. അവൾ എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബെഥേലിനുമിടയ്ക്കുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു. ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു. അവൾ അബിനോവാമിൻ്റെ മകനായ ബാറാക്കിനെ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ചു വരുത്തി പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ താബോർ മലയിൽ അണിനിരത്തുക. രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീൻ്റെ സേനാപതി സിസേറ കിഷോൻ നദിയുടെ സമീപത്ത് വച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും. ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ബാറക്ക് അവളോട് പറഞ്ഞു,
നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാം, പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിലെത്തിക്കുകയില്ല. കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിലേൽപ്പിക്കും. പിന്നീട് ദെബോറ എഴുന്നേറ്റ് ബാറക്കിനോടുകൂടെ കേദശിലേക്ക് പോയി. ബാറക്ക് സെബ്ലൂണിനെയും നഫ്താലിയെയും കേദശിൽ വിളിച്ചുകൂട്ടി. 10,000 പടയാളികൾ അവൻ്റെ പിന്നിൽ അണിനിരന്നു. ദെബോറായും അവൻ്റെ കൂടെ പോയി. കേന്യനായ ഹേബർ, മോശയുടെ അമ്മായിയപ്പനായ ഹൊബാബിൻ്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന് കേദശിനടുത്ത് സനാന്യമിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചു. അബിനോവാമിൻ്റെ മകനായ ബാറക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറ കേട്ടു. അവൻ തൻ്റെ 900 ഇരുമ്പുരഥങ്ങളും അതോടൊപ്പം ഹറോഷേത്ത് ഹഗോയിം മുതൽ കിഷോൻ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി. ദെബോറ ബാറക്കിനോട് പറഞ്ഞു, മുന്നേറുക, കർത്താവ് സിസേറയെ നിന്റെ കയ്യിലേൽപ്പിക്കുന്ന ദിവസമാണിത്. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ. അപ്പോൾ ബാറക് തന്നോടുകൂടിയുള്ള 10,000 പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി. കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു. സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു. ബാറക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷത്ത് ഹൊഗോയിം വരെ അനുധാവനം ചെയ്തു. സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി, ഒരുവൻ പോലും അവശേഷിച്ചില്ല. സിസേറ കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു. കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യയാബിൻ കേന്യനായ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു. ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു. അവൾ പറഞ്ഞു, ഉള്ളിലേക്ക് വരൂ പ്രഭോ, എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി. അവൻ അവളോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരിക. അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു. വീണ്ടും അവനെ പുതപ്പിച്ചു. അവൻ അവളോട് പറഞ്ഞു, കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുക. ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം. എന്നാൽ ഹേബറിൻ്റെ ഭാര്യ ജായേൽ കൂടാരത്തിൻ്റെ ഒരു മരയാണിയും ചുറ്റികയും എടുത്തു. സാവധാനം അവൻ്റെ അടുത്ത് ചെന്നു. അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി. അങ്ങനെ അവൻ മരിച്ചു. ബാറക് സിസേറയെ പിന്തുടർന്ന് വന്നപ്പോൾ ജായേൽ അവനെ സ്വീകരിക്കാൻ ചെന്നു. അവൾ അവനോട് പറഞ്ഞു, വരിക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു. അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യയാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി. കാനാൻ രാജാവായ യയാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അധ്യായം 5. ദെബോറയുടെ കീർത്തനം. അന്ന് ദെബോറയും അബിനോവാമിൻ്റെ പുത്രൻ ബാറക്കും ഇങ്ങനെ പാടി. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിന് ഞാൻ കീർത്തനം പാടും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവെ, അങ്ങ് സേറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, ഏദോം പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു. പർവ്വതങ്ങൾ കറുത്ത സന്നദ്ധയിൽ വിറപൂണ്ടു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സീനായ് മല കുലുങ്ങി. അനാത്തിൻ്റെ മകൻ ഷങ്കാറിൻ്റെ കാലത്തും ജായേലിൻ്റെ കാലത്തും സഞ്ചാരികളുടെ പോക്കു നിലച്ചു. യാത്രക്കാർ ഓടുവഴികൾ തേടി. ദെബോറ, നീ ഇസ്രായേലിൽ മാതാവായിത്തീരും വരെ അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നു. പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി. ഇസ്രായേലിലെ 40,000-ത്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു. അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ. കർത്താവിനെ വാഴ്ത്തുവിൻ. ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ, മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരെ, പാതകളിൽ നടന്നു നീങ്ങുന്നവരെ, നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ. തേക്കുപാട്ടോടു ചേർന്ന് അവർ കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നു. ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം.
കർത്താവിൻ്റെ ജനം പട്ടണവാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങി. ഉണരൂ ദെബോറ, ഉണരൂ, ഗാനമാലപിക്കൂ. അബിനോവാബിൻ്റെ മകനായ ബാറക്, എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക. ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി. കർത്താവിൻ്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയണിയായി ഇറങ്ങി വന്നു. ബെഞ്ചമിൻ, നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. മാക്കീറിൽ നിന്ന് സേനാപതികളും സെബുലൂണിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ഡ് വഹിച്ചവരും താഴേക്ക് അണിയായി നീങ്ങി. ഇസാക്കറിൻ്റെ പ്രഭുക്കന്മാർ ദെബോറയോടുകൂടെ വന്നു. ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു. അവൻ്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിമ്പാഞ്ഞു. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത്? റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. ഗിലെയാദ് ജോർദാനപ്പുറം തങ്ങി. ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട്? ആഷേർ കടൽ തീരത്ത് നിശ്ചലനായിരുന്നു. തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബുലൂൺ. യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം വരിച്ചു. രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു. താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി. അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറയ്ക്കെതിരെ പൊരുതി. കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു. കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം, എൻ്റെ ആത്മാവെ ശക്തിയോടെ മുന്നേറുക. അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു. അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു. മെറോസിനെ ശപിക്കുക. കർത്താവിൻ്റെ ദൂതൻ പറയുന്നു, അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക. എന്തെന്നാൽ അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേൽ ആകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ. അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. രാജകീയ താലത്തിൽ കട്ടത്തൈരും കൊണ്ടുവന്നു. അവൾ കൂടാരത്തിൻ്റെ മരയാണി കയ്യിലെടുത്തു. വലത്ത് കൈയിൽ വേലക്കാരുടെ ചുറ്റികയും. അവൾ സിസേറയെ ആഞ്ഞടിച്ചു. അവൻ്റെ തല തകർത്തു. അവൾ അവൻ്റെ ചെന്നി കുത്തി തുളച്ചു. അവൻ നിലം പതിച്ചു. അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു. അവളുടെ കാൽക്കൽ അവൻ വീണു. അവിടെ തന്നെ മരിച്ചു വീണു. സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തി നോക്കി. ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു, അവൻ്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്? രഥക്കുടം കുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട്? അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു, അല്ല, അവൾ തന്നെത്താൻ പറഞ്ഞു, അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയുമല്ലേ. ഓരോരുത്തനും 1 or 2 കന്യകമാരെ വീതം. സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ. എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ. കർത്താവെ, നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു. എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 6. ഗിദെയോൻ. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദ്യാൻകാരുടെ കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ മിദ്യാൻകാരും അമലേക്കരും പൗരസ്ഥരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിദ്യാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിദ്യാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന്, ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്.
നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ വകവച്ചില്ല. അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൻ കീഴിൽ ഇരുന്നു. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദ്യാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഗിദെയോൻ ചോദിച്ചു, പ്രഭോ, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവർത്തികളെവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടി പോയി ഇസ്രായേലരെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെ എന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം വേണം. ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഞാൻ എൻ്റെ കാഴ്ച തിരുമുൻപിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരു ഏഫ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടി കൊണ്ട് അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്നു, മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോന് അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹ്വേ ഷലോം എന്ന് പേരിട്ടു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നുമുണ്ട്. ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു, നിന്റെ പിതാവിൻ്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക. അവൻ ഉണ്ടാക്കിയിട്ടുള്ള ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നിരത്തുകയും അതിൻ്റെ സമീപത്തുള്ള അക്ഷേര പ്രതിഷ്ഠ വെട്ടിവീഴ്ത്തുകയും ചെയ്യുക. ഈ ദുർഗത്തിൻ്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി നിന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക. വെട്ടിവീഴ്ത്തിയ അക്ഷേര പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക. ഗിദെയോൻ വേലക്കാരിൽ 10 പേരെയും കൂട്ടി പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്നാൽ അവൻ്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല രാത്രിയാണ് അത് ചെയ്തത്. അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിൻ്റെ യാഗപീഠം തകർന്നിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അക്ഷേര പ്രതിഷ്ഠ നശിച്ചിരിക്കുന്നതും പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു. ആരാണിത് ചെയ്തത്? അവർ പരസ്പരം ചോദിച്ചു. അന്വേഷണത്തിൽ യോവാഷിൻ്റെ പുത്രനായ ഗിദെയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു. അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു, നിന്റെ മകൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചു, അടുത്തുള്ള അക്ഷേരായെ വെട്ടിവീഴ്ത്തി. അവനെ ഇവിടെ കൊണ്ടുവരിക, അവൻ മരിക്കണം. തനിക്കെതിരായി അണിനിരന്നവരോട് യോവാഷ് ചോദിച്ചു, നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ? അവനു വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും. അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ. അവൻ്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അവൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജെറുബാബേൽ എന്ന് അവന് പേര് ലഭിച്ചു. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ജസ്രയേൽ താഴ്വരയിൽ താവളമടിച്ചു. കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളമോതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. മനാസെ ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു.
തന്നോട് ചേരാൻ അവരെ വിളിച്ചു. അങ്ങനെ തന്നെ ആഷേർ, സെബുലോൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു. അവരും വന്നു ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യിൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. അത് ഉണങ്ങിയതും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. അധ്യായം 7. മിദ്യാൻകാരെ തോൽപ്പിക്കുന്നു. ജെറുബ്ബാബേലും ഗിദെയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചു. മിദ്യാൻ്റെ താവളം വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കാം. അതുകൊണ്ട് ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം. ഗിദെയോൻ അവരെ പരിശോധിച്ചു. 27,000 പേർ തിരിച്ചുപോയി, 10,000 പേർ ശേഷിച്ചു. കർത്താവ് വീണ്ടും ഗിദെയോനോട് പറഞ്ഞു, ജനങ്ങൾ ഇപ്പോഴും അധികമാണ്. അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ വച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ. ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട. ഗിദെയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, നായയെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം. മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെ നിർത്തുക. കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ 300 പേരായിരുന്നു. മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. മിദ്യാൻകാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. മറ്റുള്ളവർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ. അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചു. 300 പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലരെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു. അവർക്ക് താഴെ താഴ്വരയിലായിരുന്നു മിദ്യാൻകാരുടെ താവളം. ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക. ഞാനത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്നാൽ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ ഭൃത്യൻ പൂരായെ കൂടി കൊണ്ടുപോവുക. അവൻ പറയുന്നത് നീ കേൾക്കുക. അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും. ഭൃത്യനായ പൂരായോടുകൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറന്താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. മിദ്യാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നു. അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറത്തെ മണൽത്തരി പോലെ സംഖ്യാതീതമായിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. മിദ്യാൻകാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ട് വന്ന് കൂടാരത്തിന്മേൽ തട്ടി. കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലം പരിചയായി. അവൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ഇത് ഇസ്രായേലിനായ യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. അവൻ്റെ കൈകളിൽ ദൈവം മിദ്യാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു. സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിദെയോൻ ദൈവത്തെ വണങ്ങി. അവൻ ഇസ്രായേലിൻ്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, കർത്താവ് മിദ്യാൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ ആ 300 പേരെ 3 ഗണമായി തിരിച്ചു. അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ. പാളയത്തിൻ്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം. ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിദെയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. മധ്യാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി.
അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. 3 ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു. ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ കാഹളവും പിടിച്ചു. കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തു വിളിച്ചു. താവളത്തിന് ചുറ്റും ഓരോരുത്തരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് ശത്രുസേന ഓടിപ്പോയി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ 300 കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു. പട്ടാളം സെരേറ ലക്ഷ്യമാക്കി ബത്ഷിത്താവരെയും തബാത്തിൽ കൂടി അബൽ മഹോലായുടെ അതിരുവരെയും ഓടി. നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ മിദ്യാൻകാരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രായിം മലനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞു, മിദ്യാൻകാർക്കെതിരെ ഇറങ്ങി വരുവിൻ. ബെത്ത്ബാരയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ. എഫ്രായിംകാർ ഒരുമിച്ചുകൂടി ബെത്ത്ബാരയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി. മിദ്യാനെ പിന്തുടരവെ ഓറബ്, സേബ് എന്നീ മിദ്യാൻ പ്രഭുക്കളെ അവർ പിടികൂടി. ഓറബിനെ ഓറബ് ശിലയിൽ വെച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെ വെച്ചും കൊന്നുകളഞ്ഞു. ഓറബിൻ്റെയും സേബിൻ്റെയും തലകൾ അവർ ജോർദാൻ്റെ അക്കരെ ഗിദെയോൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. അധ്യായം 8. എഫ്രായിംകാർ ഗിദെയോനോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? അവർ അവനെ നിഷ്കരുണം കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം. എഫ്രായിമിലെ കാലാപെറുക്കൽ അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം. മിദ്യാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവമേൽപ്പിച്ചു. നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം. ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു. നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ഗിദെയോനും അവനോടൊപ്പമുണ്ടായിരുന്ന 300 പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാൻ്റെ മറുകര കടന്നു. സുക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു, ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ. അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ്. സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു, സേബായും സൽമുന്നായും നിന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞോ? എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഗിദെയോൻ പറഞ്ഞു, ആകട്ടെ, സേബായെയും സൽമുന്നായെയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കീറും. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു. അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി. അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു, വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും. സേബായും സൽമുന്നായും 15,000-ഓളം ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നു. പൗരസ്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ. യുദ്ധം ചെയ്തവരിൽ 120,000 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗിദെയോൻ നൊബാഹിനും യോഗ്ബയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു. സേബായും സൽമുന്നായും പലായനം ചെയ്തു. ഗിദെയോൻ അവരെ പിന്തുടർന്നു പിടിച്ചു. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി. അനന്തരം യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ പടക്കളത്തിൽ നിന്ന് ഹേറസ് കയറ്റം വഴി മടങ്ങി. വഴിയിൽ അവൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര് എഴുതി കൊടുത്തു. ഗിദെയോൻ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഇതാ സേബായും സൽമുന്നായും. ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ പെട്ടുകഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരനിവാസികളെ കൊന്നൊടുക്കി. ഗിദെയോൻ സേബായോടും സൽമുന്നായോടും ചോദിച്ചു, താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? അവർ മറുപടി പറഞ്ഞു, നിന്നെപ്പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും. അവർ രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു. അവൻ പറഞ്ഞു, അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു, എൻ്റെ അമ്മയുടെ പുത്രന്മാർ. കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. തൻ്റെ ആദ്യജാതനായ യദറിനോട് ഗിദെയോൻ പറഞ്ഞു, എഴുന്നേറ്റ് അവരെ കൊല്ലുക.
എന്നാൽ ആ യുവാവ് വാളൂരിയില്ല. നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. അപ്പോൾ സേബായും സൽമുന്നായും പറഞ്ഞു, നീ തന്നെ ഞങ്ങളെ കൊല്ലുക. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവൻ്റെ ബലവും. ഗിദെയോൻ അവരെ വധിച്ചു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവനെടുത്തു. ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞു, നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും ഭരിക്കുകയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. അവൻ തുടർന്നു, ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും എനിക്ക് തരിക. മിദ്യാൻകാർ ഇസ്മായേലിൽ നിന്നും അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു. ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടു. അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം 1700 ഷെക്കലായിരുന്നു. മിദ്യാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന ഖണ്ഡാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത്. ഗിദെയോൻ അവ കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു. ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു, കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ഇത് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നു. മിദ്യാൻ ഇസ്രായേലിനു കീഴടങ്ങി. വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഗിദെയോൻ്റെ കാലത്ത് 40 വർഷം ദേശത്ത് ശാന്തിയുണ്ടായി. ഗിദെയോൻ്റെ മരണം. യോവാഷിൻ്റെ മകൻ ജെറുബാബേൽ മടങ്ങിവന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി. ഗിദെയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 70 പുത്രന്മാർ ജനിച്ചു. അവന് ഷെക്കമിൽ ഉപനാരിയിൽ ഒരു പുത്രനുണ്ടായി. അബിമേലെക്ക് എന്ന് അവന് പേരിട്ടു. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ വൃദ്ധനായി മരിച്ചു. അവനെ അബിയേസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ബാൽദേവന്മാരെ ആരാധിച്ചു. ബാൽബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ജെറുബാബേൽ ഗിദെയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു. അവൻ്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല. അധ്യായം 9. അബിമേലെക്ക്. ജെറുബാബേലിൻ്റെ പുത്രനായ അബിമേലെക്ക് ഷെക്കമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു, നിങ്ങൾ ഷെക്കേം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ. ജെറുബാബേലിൻ്റെ 70 പുത്രന്മാരോട് കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്നും ഓർത്തുകൊള്ളുവേൻ. അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അബിമേലെക്കിനു വേണ്ടി ഇക്കാര്യം ഷെക്കൻ നിവാസികളോട് രഹസ്യമായി പറഞ്ഞു. അവരുടെ ഹൃദയം അബിമേലെക്കിലേക്ക് ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അവർ പറഞ്ഞു. ബാൽബറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയമെടുത്ത് അവർ അബിമേലെക്കിന് കൊടുത്തു. അവൻ കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കി. അവൻ ഓഫ്രായിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി. സ്വന്തം സഹോദരന്മാരും ജെറുബാബേലിൻ്റെ മക്കളുമായ 70 പേരെയും ഒരേ കല്ലിൽ വച്ച് കൊന്നു. എന്നാൽ ജെറുബാബേലിൻ്റെ ഇളയപുത്രൻ യോത്താം ഒളിച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ഷെക്കമിലെയും ബെത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച് അബിമേലെക്കിനെ രാജാവായി വാഴിച്ചു. യോത്താം ഇതറിഞ്ഞു. ഗെരിസിം മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഷെക്കേം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവേൻ. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവൻ ഒലിവ് മരത്തോട് പറഞ്ഞു. ഒലിവ് മരം അവരോട് പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. അത്തിമരം അവരോട് പറഞ്ഞു, രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക. എന്നാൽ മുന്തിരി പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന
എൻ്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ വാഴുക. മുൾപ്പടർപ്പ് പറഞ്ഞു, നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്ന് തീയിറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമേലെക്കിനെ രാജാവാക്കുന്നത്? ജെറുബ്ബാബേലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവൽഗണിച്ച് മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവൻ്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു. എന്നിട്ടും എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമേലെക്കിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ശെക്കമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബ്ബാബേലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ സന്തോഷിക്കുവേൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലാത്ത പക്ഷം അബിമേലെക്കിൽ നിന്ന് തീയിറങ്ങി ശെക്കമിലെയും ബെത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ. ശെക്കമിൽ നിന്നും ബെത്മില്ലോയിൽ നിന്നും തീയിറങ്ങി അബിമേലെക്കിനെയും വിഴുങ്ങട്ടെ. യോത്താം സഹോദരനായ അബിമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്തു ബേറിൽ ചെന്ന് താമസിച്ചു. അബിമേലെക്ക് 3 വർഷം ഇസ്രായേൽ ഭരിച്ചു. അബിമേലെക്കിനും ശെക്കം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു. ശെക്കം നിവാസികൾ അബിമേലെക്കിനെ വഞ്ചിച്ചു. അങ്ങനെ ജെറുബ്ബാബേലിൻ്റെ 70 മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി. അവരുടെ രക്തം ഘാതകനായ അബിമേലെക്കിൻ്റെയും കൂട്ടുനിന്ന ശെക്കംകാരുടെയും മേൽ പതിച്ചു. ശെക്കേംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി. ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു. ഇത് അബിമേലെക്ക് അറിഞ്ഞു. ഏബദിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ ബന്ധുക്കളുമായി ശെക്കമിലേക്ക് നീങ്ങി. ശെക്കം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു. അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അബിമേലെക്കിനെ ശപിച്ചു. ഏബദിൻ്റെ പുത്രൻ ഗാൽ ചോദിച്ചു, ആരാണ് ഈ അബിമേലെക്ക്? അവനെ സേവിക്കേണ്ടതിന് ശെക്കംകാരനായ നാമാര് ജെറുബ്ബാബേലിൻ്റെ പുത്രനും അവൻ്റെ കിങ്കരനായ സെബോളും ശെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ ആളുകളെ സേവിച്ചില്ലേ? ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമേലെക്കിനെ വകവരുത്തുമായിരുന്നു. ഞാൻ അവനോട് നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു. ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ നഗരാധിപനായ സെബോളിനെ കോപം ജ്വലിച്ചു. അവൻ അറുമായിൽ അബിമേലെക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു, ഗാലും അവൻ്റെ ആളുകളും ശെക്കമിൽ വന്നിരിക്കുന്നു. നിനക്കെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു. അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക. അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക. ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. അബിമേലെക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ശെക്കമിനെതിരായി 4 ഗണങ്ങളായി പതിയിരുന്നു. ഗാൽ പുറത്തു വന്നു നഗരകവാടത്തിൻ്റെ മുൻപിൽ നിലയുറപ്പിച്ചു. അബിമേലെക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ അവരെ കണ്ടപ്പോൾ സെബോളിനോട് പറഞ്ഞു, ഇതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. സെബോൾ അവനോട് പറഞ്ഞു, മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു, അതാ ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. സെബോൾ ചോദിച്ചു, നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? നാം സേവിക്കാൻ അബിമേലെക്ക് ആരെന്ന് നീയല്ലേ ചോദിച്ചത്? നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത്? നീ തന്നെ പോയി അവരോട് പൊരുതുക. ഗാൽ ശെക്കൻ നിവാസികളെ നേതാവായി അബിമേലെക്കിനോട് പോരാടി. അബിമേലെക്ക് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്തു. പട്ടണ കവാടം വരെ അനേകം പേർ മുറിവേറ്റ് വീണു. അബിമേലെക്ക് അറൂമായിൽ താമസമാക്കി. സെബോൾ ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ശെക്കമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തി. അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി. അബിമേലെക്ക് ഇതറിഞ്ഞു. അവൻ സേനയെ 3 ഗണമായി തിരിച്ചു വയലിൽ പതിയിരുത്തി. പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു. അവൻ അവരെ എതിർത്ത് കൊന്നു.
അബിമലേക്കും അവനോടുകൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗരകവാടത്തിൽ ചെന്നു നിന്നു. മറ്റേ 2 ഗണങ്ങൾ വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു. അബിമലേക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു നിരത്തി, ഉപ്പ് വിതറി. ഷെക്കമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ എൽബറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ കടന്നു. ഷെക്കേം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് അബിമലേക്കിന് അറിവ് കിട്ടി. സാൽമോൻ മലയിലേക്ക് അബിമലേക്ക് പടയാളികളുമായി പോയി. അവൻ കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്തു. അത് തോളിലെടുത്ത് കൂടെയുള്ളവരോട്, ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ ഓരോ കെട്ട് വിറക് വെട്ടി അബിമലേക്കിൻ്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീ വച്ചു. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 1000-ഓളം വരുന്ന ഷെക്കേം ഗോപുര നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു. പിന്നീട് അബിമലേക്ക് തേബസിലേക്ക് ചെന്ന് പാളയമടിച്ച് അത് പിടിച്ചടക്കി. പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ഠ ഗോപുരമുണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് അതിനകത്ത് കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കയറി. അബിമലേക്ക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു. ഗോപുരം അഗ്നിക്കരയാക്കാൻ അതിൻ്റെ വാതിൽക്കലെത്തി. അപ്പോൾ ഒരുവൾ തിരികല്ലിൽ പിള്ളേറിഞ്ഞ് അബിമലേക്കിൻ്റെ തലയോട് ഉടച്ചു. ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ യുവാവിനെ ബന്ധപ്പെട്ട് വിളിച്ചു, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. അവൻ വാളൂരി വെട്ടി. അബിമലേക്ക് മരിച്ചു. അവൻ മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. തൻ്റെ 70 സഹോദരന്മാരെ കൊന്നു. പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമലേക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു. ഷെക്കേം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു. ജെറുബ്ബാബേലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു. അധ്യായം 10. തോല. അബിമലേക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ തോല നിയുക്തനായി. ഇസ്സാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു ഇവൻ്റെ പിതാവ്. അവൻ എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ 23 വർഷം നയിച്ചു. മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടു. ജായിർ. തുടർന്ന് ഗിലെയാദുകാരനായ ജായിർ വന്നു. അവൻ ഇസ്രായേലിൽ 22 വർഷം ന്യായപാലനം നടത്തി. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു. ഗിലെയാദ് ദേശത്ത് ഇന്നും ഹാവോത്ത് ജായിർ എന്ന് അറിയപ്പെടുന്ന 30 പട്ടണങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു. ജായിർ മരിച്ച് കാമോനിൽ അടക്കപ്പെട്ടു. ജഫ്ത. ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവർ ബാൽദേവന്മാരെയും അസ്താർത്ത ദേവതകളെയും സിറിയ, സീദോൻ, മൊവാബ്, അമ്മോന്യൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെ സേവിച്ചു. കർത്താവിനെ അവർ പരിത്യജിച്ചു, അവിടത്തെ സേവിച്ചതുമില്ല. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി. ജോർദാനക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലരെ മുഴുവൻ 18 വർഷം അവർ പീഡിപ്പിച്ചു. അമോന്യർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു. തന്മൂലം ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചു. ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു, ഈജിപ്തുകാർ, അമോര്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? സീദോന്യരും അമലേക്യരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു. ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ. കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി. അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട് അവിടുന്ന് രോഷാകുലനായി. അമോന്യർ യുദ്ധത്തിനൊരുങ്ങി ഗിലെയാദിൽ താവളമടിച്ചു. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് മിസ്പായിലും താവളമടിച്ചു. ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു,
അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 11. ഗിലെയാദുകാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല. നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ പോയി. അവർ ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞു, നീ ഞങ്ങളോടുകൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ജെഫ്ത അവരോട് പറഞ്ഞു, അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും, തീർച്ച. അവൻ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി. ജനം അവനെ നേതാവായി സ്വീകരിച്ചു. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചു. ജെഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് ചോദിച്ചു, എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? അമ്മോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി. അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം. ജെഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് പറഞ്ഞു, ജെഫ്ത ഇങ്ങനെ അറിയിക്കുന്നു, മൊവാബ്യരുടെയോ അമ്മോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല. അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദേശ് വരെയും എത്തി. ഇസ്രായേൽ വന്ന് ഏദോം രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവനത് സമ്മതിച്ചില്ല. മൊവാബ് രാജാവിനോടും അവർ ആളയച്ചു പറഞ്ഞു, അവനും സമ്മതിച്ചില്ല. അതിനാൽ ഇസ്രായേൽ കാദേശിൽ തന്നെ താമസിച്ചു. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഏദോമും മൊവാബും ചുറ്റി മൊവാബിന് കിഴക്ക് എത്തി അർണോൻ്റെ മറുകരെ താവളമടിച്ചു. മൊവാബിൽ അവർ പ്രവേശിച്ചതേയില്ല. മൊവാബിൻ്റെ അതിർത്തി അർണോണാണല്ലോ. ഇസ്രായേൽ ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്നപേക്ഷിച്ചു. എന്നാൽ തൻ്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോന് വിശ്വാസം വന്നില്ല. മാത്രമല്ല, സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി യാഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിലേൽപ്പിച്ചു. ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി. ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമോര്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു. അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമ്മോന്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് അമോര്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ? നിന്റെ ദൈവമായ കോമേഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ? ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും. മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ? അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ? ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല?
ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ. എന്നാൽ ജെഫ്തായുടെ സന്ദേശം അമ്മോന്യ രാജാവ് വകവച്ചില്ല. കർത്താവിൻ്റെ ആത്മാവ് ജെഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലെയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയി. ജെഫ്ത കർത്താവിനൊരു നേർച്ച നേർന്നു. അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിലേൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും. ജെഫ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവൻ്റെ കയ്യിലേൽപ്പിച്ചു. അരോവർ മുതൽ മിന്നിത്തിനു സമീപം വരെയും ആബേൽ കരാമീം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമ്മോന്യർ ഇസ്രായേലിനു കീഴടങ്ങി. ജെഫ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു. അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവൻ്റെ ഏകസന്താനമായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്കുകൊടുത്തു പോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. അവൾ തുടർന്നു, ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ചെയ്തു തരണം. സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ 2 മാസത്തേക്ക് അവളെ അയച്ചു. അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചു. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു. അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല. ഗിലെയാദുകാരനായ ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും 4 ദിവസം കരയാൻ പോവുക പതിവായി തീർന്നു. അധ്യായം 12. എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി. അവർ സഫോണിലേക്ക് ചെന്നു. ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജെഫ്ത അവരോട് പറഞ്ഞു, ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങളെന്നെ രക്ഷിച്ചില്ല. നിങ്ങളെന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നു. കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു. ജെഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു. ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട് ഗിലെയാദുകാർ അവരെ തകർത്ത് കളഞ്ഞു. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തു. എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ, നീ ഒരു എഫ്രായിംകാരനോ എന്ന് ഗിലെയാദുകാർ ചോദിക്കും. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും. ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. 40,000 എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു. ജെഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ഇബ്സാൻ. അവനുശേഷം ബത്ലേഹംകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. അവന് 30 പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 പുത്രിമാരും തൻ്റെ പുത്രന്മാർക്കു വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരുമുണ്ടായിരുന്നു. അവൻ 7 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ഇബ്സാൻ മരിച്ചു, ബത്ലേഹമിൽ അടക്കപ്പെട്ടു. ഏലോൻ. അവനുശേഷം സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ 10 വർഷം ന്യായപരിപാലനം നടത്തി. ഏലോൻ മരിച്ചു, സെബുലൂൺ ദേശത്ത്
അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു. അബ്ദോൻ പിന്നീട് പിറദോന്യനായ ഹില്ലോലിൻ്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി. അവന് 40 പുത്രന്മാരും 30 പൗത്രന്മാരുമുണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ 70 കഴുതകളുമുണ്ടായിരുന്നു. അവൻ ഇസ്രായേലിൽ 8 വർഷം ന്യായപാലനം നടത്തി. പിറദോന്യനായ ഹില്ലേലിൻ്റെ പുത്രൻ അബ്ദോൻ മരിച്ചു. അമലേക്യരുടെ നാട്ടിൽ എഫ്രായിം ദേശത്തെ പിറദോനിൽ സംസ്കരിക്കപ്പെട്ടു. അദ്ധ്യായം 13. സാംസന്റെ ജനനം. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ മനോവ ചോദിച്ചു, നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്. വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയുമരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണേ. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. അവൻ കർത്താവിൻ്റെ ദൂതനോട്, നിന്റെ പേരെന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു, എൻ്റെ പേര് അത്ഭുതമായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വച്ച് അർപ്പിച്ചു. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. അവർ നിലത്ത് കമിഴ്ന്നു വീണു. അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായി. മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്നുദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. അധ്യായം 14. സാംസന്റെ വിവാഹം.
സാംസൺ തിന്മായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടു. അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിപ്നായിൽ ഞാനൊരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടി. അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദ്യരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? എന്നാൽ സാംസൺ പറഞ്ഞു, അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരെ ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വന്നു. വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരഞ്ഞു. അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. അവൻ അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി. അവർക്കും കൊടുത്തു, അവരും ഭക്ഷിച്ചു. എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേനെടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി. സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവനെ കണ്ടപ്പോൾ അവിടത്തുകാർ 30 പേരെ അവന് തോഴരായി കൊടുത്തു. സാംസൺ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം. അവർ പറഞ്ഞു, നിന്റെ കടങ്കഥ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 3 ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല. 4-ാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. ദരിദ്രനാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? സാംസന്റെ ഭാര്യ അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ? വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ അവൾ കേണി ചോദിച്ചു. അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി. അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു. 7-ാം ദിവസം സൂര്യാസ്തമയത്തിനു മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു, തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കോപാകാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി. സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി. അധ്യായം 15. ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല. അവളുടെ പിതാവ് പറഞ്ഞു, നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ, അവളെ സ്വീകരിച്ചാലും. സാംസൺ പറഞ്ഞു, ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു. കുറേ പന്തങ്ങളുമുണ്ടാക്കി. ഈ 2 വാലോട് വാൽ ചേർത്ത് ബന്ധിച്ചു. അവയ്ക്കിടയിൽ പന്തവും കെട്ടിവെച്ചു. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. ഫിലിസ്ത്യർ ചോദിച്ചു, ആരാണിത് ചെയ്തത്? അവർ പറഞ്ഞു, ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ.
അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത്. ഫിലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി. സാംസൺ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു. യൂദായിലെ ജനം ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട്? അവർ പറഞ്ഞു, സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസണോട് ചോദിച്ചു, ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തതെന്ത്? അവൻ പറഞ്ഞു, അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. അവർ പ്രതിഭജിച്ചു, നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ്. സാംസൺ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ, കൊല്ലുകയില്ല. അവർ പുതിയ 2 കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണൽ നൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. എന്നിട്ട് അവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ഇത് പറഞ്ഞിട്ട് അവൻ എല്ല് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് റാമാത്ത് ലെഹി എന്ന് പേര് ലഭിച്ചു. അവന് വലിയ ദാഹമുണ്ടായി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുത്തെ ദാസൻ്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിചിതരുടെ കൈകളിൽ വീഴണമോ? ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻ ഹക്കോർ എന്ന പേര് കിട്ടി. അത് ഇന്നും അവിടെയുണ്ട്. ഫിലിസ്ത്യരുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു. അധ്യായം 16. സാംസൺ ഗാസയിലേക്ക് പോയി. അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി അവളോടുകൂടി ശയിച്ചു. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടെ വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. എന്നാൽ സാംസൺ പാതിരാവരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. സാംസനും ദലീലയും. അതിനുശേഷം സൊറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം. അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാങ്ങണ കൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാങ്ങണ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. അപ്പോൾ ദലീല പുതിയ കയറുകൊണ്ട് വന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലിരുന്നു. കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസനോട് പറഞ്ഞു,
ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടി ചുരുളുകൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. നിന്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവളിങ്ങനെ ദിവസം തോറും അവനെ നിർബന്ധിച്ചു. ആ അലട്ടലിൽ മരണത്തിന് തുല്യമായി. അവൻ രഹസ്യം തുറഞ്ഞു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജന്മം മുതലേ ഞാൻ ദൈവത്തിന് നാസിർവ്രതക്കാരനാണ്. മുടിവെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യ നേതാക്കന്മാരോട് വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിപ്പിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു. മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഫിലിസ്ത്യർ അവനെ പിടിച്ചു കണ്ണു ചൂഴ്ന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി. ഊട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി മാവ് പഠിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. സാംസന്റെ മരണം. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോഗിന് ഒരു വലിയ ബലി കഴിച്ചു. സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. സന്തോഷിച്ച് മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവൻ. സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ. കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഈ പ്രാവശ്യം കൂടി യാചിക്കുന്നു. എൻ്റെ കണ്ണുകളിൽ ഒന്നിനോട് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ സാംസൺ പിടിച്ചു. വലത്ത് കൈ ഒന്നിലും ഇടത്ത് കൈ മറ്റതിലും വെച്ച് അവൻ തള്ളി. അവൻ പറഞ്ഞു, ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരെയും മറ്റ് ആളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി സോറായിക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവായുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. അധ്യായം 17. മിക്കായുടെ പൂജാഗൃഹം. എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാളുണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപമുച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ. അത് എൻ്റെ കൈവശമുണ്ട്. ഞാനാണ് അതെടുത്തത്. അവൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൻ ആ 1100 വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. അവൾ പറഞ്ഞു, എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു.
അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു. അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് 200 വെള്ളി നാണയങ്ങളെടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു. അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു. അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു. മിക്കായ്ക്ക് ഒരു പൂജാഗൃഹമുണ്ടായിരുന്നു. അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു. അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. യൂദായിലെ ബെത്ലഹേമിൽ യൂദാ വംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യൻ. അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. യാത്ര ചെയ്ത് അവൻ എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി. മിക്ക ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ യൂദായിലെ ബെത്ലഹേംകാരനായ ഒരു ലേവ്യനാണ്. താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക. നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനുമായിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. അവനോടുകൂടെ താമസിക്കാൻ ലേവ്യന് സന്തോഷമായി. ആ യുവാവ് അവന് പുത്രനെ പോലെയായിരുന്നു. മിക്ക ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. അപ്പോൾ മിക്ക പറഞ്ഞു, ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. അദ്ധ്യായം 18. ദാൻ ലായിഷ് പിടിക്കുന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്ന് വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. അവർ സോറായിൽ നിന്ന് എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു. അവർ പറഞ്ഞു, പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ. അവർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി. അവിടെ താമസിച്ചു. മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവ്യൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ അടുത്ത് ചെന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ്? നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിന്റെ തൊഴിലെന്താണ്? അവൻ പറഞ്ഞു, മിക്ക ഇങ്ങനെ ചെയ്തു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഞാൻ അവൻ്റെ പുരോഹിതനാണ്. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിലെത്തി. സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. സീദോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു. സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? അവർ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു. വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക. വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടു. അവർ യൂദായിലെ കിരിയാത്ത് യെയാറിമിൽ ചെന്ന് പാളയമടിച്ചു. ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അത് കിരിയാത്ത് യെയാറിമിന് പടിഞ്ഞാറാണ്. അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിലെത്തി. ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. അവർ തിരിഞ്ഞു. മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന
യുവ ലേവ്യൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു. പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ പടിവാതിക്കൽ നിന്നു. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു. ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുകയായിരുന്നു. അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു. അവർ പറഞ്ഞു, മിണ്ടരുത്, വായ്പൊത്തി ഞങ്ങളോടുകൂടെ വരിക, ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാവുക. ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയി. അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ യാത്രയായി. അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു, ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി? അവൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്നിട്ടും എനിക്കെന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദാൻകാർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം. ദാൻകാർ അവരുടെ വഴിക്ക് പോയി. തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി. അവരെ വാൾനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു. അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല, കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായും സമ്പർക്കവുമില്ലായിരുന്നു. ബത്ത്ഹൊറബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കി പണിത് അവിടെ താമസമാക്കി. ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിൻ്റെ ആലയം ഷീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. അധ്യായം 19. ഗിബെയാക്കാരുടെ മ്ലേച്ഛത. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. അവൾ അവനോട് പിണങ്ങി യൂദായിലെ ബത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി. ഏകദേശം 4 മാസം താമസിച്ചു. അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങിത്തിരിച്ചു. കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു. 2 കഴുതകളെയും അവൻ കൊണ്ടുപോയി. അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി. യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു. 3 ദിവസം അവൻ അവിടെ താമസിച്ചു. 4-ാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു. അവൻ യാത്രയ്ക്കൊരുങ്ങി. എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു, അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു. 5-ാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി. അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു, ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക. അങ്ങനെ അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി.
അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു, ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക. നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ പുറപ്പെട്ട് ജെറുസലേമിന് എതിർഭാഗത്തെത്തി. ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളും കൂടെയുണ്ടായിരുന്നു. അവർ ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. അവൻ്റെ യജമാനൻ പറഞ്ഞു, ഇസ്രായേലരുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്, നമുക്ക് ഗിബെയയിലേക്ക് പോകാം. അവൻ തുടർന്നു, നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം. ഗിബെയയിലോ റാമായിലോ രാത്രി കഴിക്കാം. അവർ യാത്ര തുടർന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബെയയിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബെയയിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു. അവൻ ആ നഗരത്തിൽ തുറസായ സ്ഥലത്തിരുന്നു, കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു. അവൻ എഫ്രായിം മലനാട്ടുകാരനും ഗിബെയയിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു. സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു. അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ട് അവൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞു, യൂദയായിൽ ബെത്ലഹേമിൽ നിന്ന് എഫ്രാം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. ഞാൻ ആ ദേശക്കാരനാണ്. ഞാൻ യൂദയായിലെ ബെത്ലഹേമിൽ പോയതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ആരും എനിക്ക് അഭയം തരുന്നില്ല. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല. വൃദ്ധൻ പറഞ്ഞു, സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത്. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്തു. അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അങ്ങനെ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചു. വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. എനിക്ക് ഖനികിയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയുമുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക. എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത്. എന്നാൽ അവർ വൃദ്ധൻ്റെ വാക്ക് കേട്ടില്ല. ലേവ്യൻ തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു. അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു. പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു. ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണു. വെളിച്ചം പരക്കുന്നതുവരെ അവൾ അവിടെ കിടന്നു. അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു. അവൻ അവളോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല. അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. വീട്ടിൽ എത്തിയ ഉടനെ അവൻ ഒരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. അത് കണ്ടവരെല്ലാം പറഞ്ഞു, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരമൊന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ. അധ്യായം 20. ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു. ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. ഗിലെയാദ് ദേശക്കാരും ചേർന്നു. അവർ ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ചുകൂടി. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി. ഗഡ്ഗധാരികളുടെ ആ കാലാൾപ്പട 4 ലക്ഷം പേരടങ്ങിയതായിരുന്നു. ഇസ്രായേൽ
മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു. ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു. എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു. അങ്ങനെ അവൾ മരിച്ചു. അവളെ ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു. അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലരെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം? ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു, ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. ഗിബയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നറുക്കിട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ. ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചു, എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ. എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവെച്ചില്ല. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി. ഗിബയവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട 700 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അവർക്ക് പുറമെ വാളെടുക്കാൻ പോന്ന 26,000 ബെഞ്ചമിൻ ഗോത്രജരുമുണ്ടായിരുന്നു. അവരിൽ പ്രഗത്ഭന്മാരായ 700 ഇടത്തുകയ്യന്മാരുണ്ടായിരുന്നു. അവർ ഒരു തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു. മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ 4,00,000 ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു. ഇസ്രായേൽ ജനം ബേഥേലിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു. യൂദ ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു. ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബയായ്ക്ക് എതിരായി പാളയമടിച്ചു. അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി ഗിബയായിൽ അവർക്കെതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് 22,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി. എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു. ആദ്യ ദിവസം അണിനിരന്നിടത്ത് തന്നെ വീണ്ടും അണിനിരന്നു. അവർ സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോട് ആരാഞ്ഞു. ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2-ാം ദിവസവും അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസവും ഗിബയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു. ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബേഥേലിൽ വന്ന് കരഞ്ഞു. അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതമാരാഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെയായിരുന്നു. അഹറോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫിനെഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. അവർ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? നിങ്ങൾ പോവുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് കർത്താവ് ഉത്തരമരുളി. ഇസ്രായേൽക്കാർ ഗിബയായ്ക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി
അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ 3-ാം ദിവസവും യുദ്ധത്തിനിറങ്ങി. മറ്റ് 2 അവസരങ്ങളെപ്പോലെ ഗിബെയായ്ക്കെതിരെ അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ അണിനിരന്നു പുറത്തു വന്നു. മുന്നവസരങ്ങളിലെ പോലെ ബഥേലിലേക്കും ഗിബെയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വച്ചും വിജനപ്രദേശത്ത് വച്ചും അവർ കൊല തുടങ്ങി. 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു, അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചു, നമുക്ക് പലായനം ചെയ്യാം. അങ്ങനെ അവരെ നമുക്ക് പൊതുവഴിയിലേക്ക് ആനയിക്കാം. ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽതമാറിൽ അണിനിരന്നു. ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലരും ഓടിക്കൂടി ഗിബെയായ്ക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേലർ അണിനിരന്നു. ഉഗ്രമായ പോരാട്ടം നടന്നു. തങ്ങൾക്ക് നാശമടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല. കർത്താവ് ഇസ്രായേലരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി. ഖഡ്ഗധാരികളായ 25,100 പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി. തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി. ഗിബെയായ്ക്കെതിരെ പതിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി. പതിയിരിപ്പുകാർ ഗിബെയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി. ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ. യുദ്ധമാരംഭിച്ച് ഏതാണ്ട് 30 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു. പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി. അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു. ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു. ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി. നാശമെടുത്തെന്ന് അവർ കണ്ടു. അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ അവർ കുടുങ്ങിയതേ ഉള്ളൂ. പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. നൊഹാഹു മുതൽ കിഴക്ക് ഗിബെയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി. യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു. ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്കോടി. അവരിൽ 5,000 പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ ഗിദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. അവരിൽ 2,000 പേരും വധിക്കപ്പെട്ടു. അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ 25,000 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. എന്നാൽ 600 പേർ മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ 4 മാസം താമസിച്ചു. ഇസ്രായേൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി. പട്ടണങ്ങൾക്ക് തീവച്ചു. അധ്യായം 21. ബെഞ്ചമിൻ്റെ നിലനിൽപ്പ്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മിലാരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല. അവർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രമേതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി. അവർ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം? നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിൻ്റെ മുൻപിൽ നാം ശപഥം ചെയ്തു പോയല്ലോ. മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത
ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്ന് അവർ തിരക്കി. യാബേഷ് ഗിലെയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല. ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലെയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ 12,000 ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു, സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലെയാദിൽ നിവാസികളെ വാളിനിരയാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം. യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരുണ്ടായിരുന്നു. അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി. ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു. യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു. എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലുവ തോന്നി. അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ. അവർ തുടർന്നു, ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ. എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല. കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ബഥേലിന് വടക്കും ബഥേലിൽ നിന്ന് ഷെക്കമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനായിക്ക് തെക്കുമുള്ള ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ. ബെന്യാമിൻകാരോട് അവർ നിർദ്ദേശിച്ചു, നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ. ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ചുകൊണ്ട് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ. അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം, അവരോട് ക്ഷമിക്കുവിൻ. യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല, നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല. കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു. ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു. ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി ഓരോരുത്തരും താങ്കളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും പോയി. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു.